ശ്രീ മോഹൻ വർഗീസ് ഒരുപക്ഷെ ലോകമെമ്പാടും വിശ്വാസികളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തുകയാണ് മാർപ്പാപ്പയുടെ വിടവാങ്ങൽ. ഒപ്പം എടുത്തു പറയേണ്ടത് ഭാരതത്തിന് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു ഇടയനെയാണ്, നല്ലൊരു മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു സഭ അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള ഒരു നേതാവിനെ കൂടിയാണ്, നല്ലൊരു മനുഷ്യനെ കൂടിയാണ്. അത്തരത്തിൽ ഒരു തീരാനഷ്ടമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം. എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? അദ്ദേഹത്തിന്റെ വിയോഗം വ്യത്യസ്തതകളുള്ള ഒരു പോപ്പ്, ഒരു ശരാശരി ഒരു പോപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രഡിക്റ്റബിൾ പോപ്പാണ്. ഇത് ലോക സമാധാനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച എല്ലാ യുദ്ധങ്ങളും അവസാനിക്കണം എന്ന് പൊതുവെ ഉറച്ചു പറഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായ പോപ്പിന്റെ വിടവാങ്ങൽ, കാലം ചെയ്യൽ. മാത്രമല്ല പോപ്പ് ഒരു വ്യത്യസ്തത ഏത് രൂപത്തിൽ നോക്കിയാലും വ്യത്യസ്തനാണ്. കാരണം യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് പുറത്തു നിന്നുള്ള ഒരു പോപ്പ്, അതും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ നിന്നുള്ള ഒരു പോപ്പ്. കത്തോലിക്ക സഭയുടെ 266-ാമത്തെ പോപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു വരുമ്പോൾ, ഫ്രാൻസിസ് അസീസിയുടെ നാമധേയം കൂടെ വഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു വരുമ്പോൾ അതൊരു വ്യത്യസ്തതയാണ്. കുറച്ചുകൂടി ഒരു പ്രോ ആക്റ്റീവ് ഒരു റോളാണ്. ഒരു പലപ്പോഴും വത്തിക്കാൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു റിജിഡ് റെജിമെന്റഡ് ഒരു സംവിധാനമാണ്. അപ്പൊ ആ മാമൂലികളിൽ നിന്നെല്ലാം മാറി വളരെ ലളിതമായ ചടങ്ങുകൾ, ലളിതമായ ജീവിതം, മരണാനന്തര ക്രിയകൾ ഉൾപ്പെടെ വളരെ ലളിതമായിരിക്കണം എന്ന് പറഞ്ഞ ഒരു പോപ്പ്. ആ പോപ്പ് എല്ലാ ലോക വിഷയങ്ങളിലും, റഷ്യ ഉക്രൈൻ വിഷയം, അറബി ഇസ്രായേലി അല്ലെങ്കിൽ പലസ്തീൻ ഹമാസ് ഇസ്രായേൽ പോരാട്ടം, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു മാനുഷിക മുഖം, അത് മതം നോക്കാതെ, ക്രൈസ്തവ താല്പര്യം എന്നതല്ല, മാനവികത മാത്രം ഉയർത്തിപ്പിടിച്ച ഒരു പോപ്പ് എന്ന നിലയിൽ പലപ്പോഴും കത്തോലിക്ക സഭയുടെ ആകമാന സ്പീഡിനേക്കാൾ മുകളിൽ പോയ വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിരിക്കുമ്പോഴും ആ എസ്റ്റാബ്ലിഷ്മെന്റിനെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നവീകരിക്കാൻ കഠിനമായ ശ്രമം നടത്തിയ പോപ്പ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു രാജ്യത്തിന്റെ തലവൻ കൂടിയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് പോലെ 196 രാജ്യങ്ങളിൽ ഒന്നാണല്ലോ വത്തിക്കാൻ. സ്വയംഭരണ പരമാധികാര രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവന് തുല്യമായ അധികാരങ്ങളും അവകാശങ്ങളും പ്രോട്ടോകോൾ പ്രിവിലേജുമുള്ള ഒരാളെന്നുള്ള നിലയിൽ ലോക സമാധാനത്തിന്റെ ഒരു പ്രവാചകനായി അദ്ദേഹം ആ റിയൽ റോൾ, അദ്ദേഹം ഒരു നയതന്ത്രജ്ഞൻ, ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന റോൾ കൂടി ഭംഗിയായി വഹിച്ച ഒരു പാരമ്പര്യമാണുള്ളത്. അങ്ങനെ എങ്ങനെ നോക്കിയാൽ പോലും വ്യക്തിജീവിതത്തിലെ നൈർമല്യം, കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ ചില സമയത്ത് കാലാകാലങ്ങളിൽ സംഭവിച്ച ചില പോരായ്മകൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് നവീകരണത്തിന്റെയും മാനവസ്നേഹത്തിന്റെയും വിശ്വശാന്തിയുടെയും എല്ലാം സന്ദേശം പകർന്നു നൽകിയ ഒരു പോപ്പ് എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും ഏറെ മനസ്സുകളിൽ തങ്ങി നിൽക്കും. കത്തോലിക്കരുടെ മാത്രമല്ല, എല്ലാ ക്രൈസ്തവരുടെയും ക്രൈസ്തവ ഇതരരുടെയും എല്ലാം തന്നെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇമേജ് അവശേഷിക്കും.